ഒരുപക്ഷെ മയക്ക് വെടി ഇപ്പോൾ വെച്ചേക്കാം. ഇതിന് കടുവയെ ഇവിടെ നിന്നും പിടികൂടിയ ശേഷം പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനുള്ള വഴി ഉൾപ്പെടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ കാണാം വനപാലകർ കടുവയെ ഈ കിണറ്റിന് പുറത്തേക്ക് എത്തിച്ച് അതിനുശേഷം താഴെ വാഹനമൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും ഏകദേശം ഒരു 200 മീറ്ററോളം താഴേക്ക് ഒറ്റയടി പാതയാണുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ ദുഷ്കരമാണ് ഈ വലയിലാക്കിയ കടുവയെ താഴേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അതുമാത്രമല്ല, ധാരാളം ആളുകൾ ഈ കിണറിൻ്റെ പരിസരത്ത്, വീടിൻ്റെ പരിസരത്ത് ഒത്തുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സുരക്ഷ കൂടി വനപാലകർക്കും ഒപ്പം തന്നെ മറ്റ് അധികാരികൾക്കുമൊക്കെ നോക്കേണ്ടതുണ്ട്. അവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ടാണ് ഇപ്പോൾ കിണറ്റിലേക്ക് വല ഇറക്കുകയും കടുവയെ വലയിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കടുവ ഇപ്പോൾ ഈ വലയിലായതിനു ശേഷം അത് ഉയർത്തി ഏകദേശം കിണറിൻ്റെ മുകൾ ഭാഗം വരെ എത്തിയിട്ടുണ്ട്. മറ്റൊരു വല കൂടി വനപാലകർ ഇപ്പോൾ തയ്യാറാക്കുന്നുണ്ട്. അതും സുരക്ഷയുടെ ഭാഗമായി തന്നെയാണ്. കടുവയ്ക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല എന്ന് ആദ്യമേ തന്നെ പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഇനിയിപ്പോൾ ഈ വലയിൽ ഉയർത്തുമ്പോൾ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്ന് ഇവിടെയുള്ള വെറ്ററിനറി ഡോക്ടർമാർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. കാരണം വളരെയധികം സൂക്ഷ്മതയോടുകൂടി അതിൻ്റെ ജീവന് ഹാനി വരാത്ത രീതിയിൽ, മറ്റ് പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ അതിനെ സുരക്ഷിതമായി കിണറിന് പുറത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. ആ ഒരു ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ വനപാലകർ ഉള്ളത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വനപാലകർ അതിനുള്ള ശ്രമത്തിലാണ്. കിണറ്റിലെ വെള്ളം അത് മോട്ടോർ ഉപയോഗിച്ച് പുറത്തേക്ക് കളയുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ഒരു വെല്ലുവിളി. കാരണം കിണറിൽ ഇപ്പോൾ വീട്ടുകാർ സ്ഥാപിച്ചൊരു മോട്ടോറുണ്ട്. പക്ഷേ അതിൻ്റെ കിണറ്റിലേക്കുള്ള പൈപ്പ് മുഴുവൻ ഈ കടുവ അത് നശിപ്പിച്ചിരുന്നു. അതുകൊണ്ട് മറ്റൊരു പൈപ്പ് ഇവിടേക്ക് കൊണ്ടുവന്ന് അത് സ്ഥാപിച്ചാണ് കിണറിലെ വെള്ളം അത് ഈ പുരയിടത്തിലേക്ക് ഒഴുക്കിക്കളഞ്ഞത്. അതിനുശേഷമാണ് വല ഇറക്കിയത്. കടുവ ഇപ്പോൾ ഈ വലയ്ക്കകത്തായിട്ടുണ്ട്. വല മുകളിലേക്ക് ഉയർത്തുകയാണ്. ഇനി മുകളിലേക്ക് ഉയർത്തി ഈ സമയമാണ് ഏറ്റവും അപകടം പിടിച്ചത്. കാരണം നേരത്തെ തന്നെ വനപാലകർ പറഞ്ഞിരുന്നു ഇതൊരു പക്ഷേ അക്രമസക്തമാകാനുള്ള സാധ്യതയുണ്ടെന്ന്. പക്ഷേ ഇപ്പോൾ മുരൾച്ചയൊന്നും കടുവയുടെ കേൾക്കുന്നില്ല. ഇത് രാവിലെ മുതൽ തന്നെ കിണറ്റിനുള്ളിൽ നിന്നും വലിയ മുരൾച്ച ഉണ്ടാക്കിയിരുന്നു.